Welcome back to Teacher's Diary. നമ്മൾ കെമിസ്ട്രി മൂന്നാമത്തെ ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി അഥവാ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതും അതിന്റെ ഓർഡർ ഒക്കെ പഠിച്ചതാണ്. അപ്പൊ റിയാക്ടിവിറ്റി സീരീസിലെ ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റൽസ് ആണ് പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, ആ ഓർഡറിൽ. നമ്മൾ ഇത് ഓരോ മീഡിയത്തിലും ഇപ്പൊ എയറിലും വാട്ടറിലും ഡൈല്യൂട്ട് ആസിഡ്സിലും ഓരോ മെറ്റലും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലായിട്ട് വിഗറസ് റിയാക്ഷൻ ചെയ്യുന്നത് ആരാണ്? ഈ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം ഒക്കെയാണ് ഏറ്റവും വിഗറസ് റിയാക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടർ ആണെങ്കിലും ഡൈല്യൂട്ട് ആസിഡ്സ് ആണെങ്കിലും എക്സ്പ്ലോഷനോട് കൂടിയിട്ടാണ് ഈ പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം ഒക്കെ, പ്രത്യേകിച്ച് പൊട്ടാസ്യം, സോഡിയം റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ വെള്ളത്തിലായാലും ഡൈല്യൂട്ട് ആസിഡ്സിലായാലും പൊട്ടാസ്യത്തിന്റെയോ അല്ലെങ്കിൽ സോഡിയത്തിന്റെയോ കുറച്ച് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കുറച്ച് സോളിഡ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്പ്ലോഷനും അതുപോലെ തീ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. നല്ല തീ പിടിച്ച് ഒരുപാട് തീ പിടിക്കും, ഭയങ്കര വലിയ സൗണ്ടോട് കൂടി തന്നെയാണ് എക്സ്പ്ലോഷൻ ഉണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ ഇത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് പൊട്ടാസ്യം, സോഡിയത്തിനൊക്കെ ഉള്ളത്. ഇനി നമ്മൾ ഇതിലടുത്ത് നോക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണ്. ഇനി എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്? നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇവിടെ നമുക്ക് എ എന്ന് പേരുള്ള ഒരു ബോയ് ഉണ്ട്, ഒരു കുട്ടി, ഒരു ആൺകുട്ടി. ആ കുട്ടിക്ക് ഒരു പെറ്റ് ക്യാറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലേക്ക് വേറൊരു കുട്ടി കയറി വരാണ്. ആ കുട്ടിയുടെ പേര് സപ്പോസ് ബി ആണെന്ന് വിചാരിച്ചു. ഈ ബി എന്ന് പറഞ്ഞ ഈ രണ്ടാമത് വരുന്ന കുട്ടിക്കാണ് പെറ്റ്സിനോട് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവന് ഈ പെറ്റിനെ കിട്ടിയേ പറ്റൂ. അപ്പൊ അത്രയ്ക്കും, അതായത് ബി സ്ട്രോങ് ആണ്. അപ്പൊ ഈ പെറ്റ്സിനോടുള്ള കെയറിലാണെങ്കിലും സ്നേഹത്തിലൊക്കെ ആണെങ്കിലും ഈ ബി ആണ് എനേക്കാൾ സ്ട്രോങ്. അപ്പൊ എനേക്കാൾ സ്ട്രെങ്ത് ഉള്ളത് ആർക്കാണ്? ബിക്കാണ്. അപ്പൊ ഈ ബിക്ക് എന്താണ് ഉദ്ദേശം? ഈ പെറ്റിനെ അവന് വേണം, ഈ ക്യാറ്റിനെ അവന് വേണം. അപ്പൊ അതിന് വേണ്ടി ചെയ്യുന്നത്, ആദ്യം ഈ എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഇത്തിരി വീക്കർ ആയിട്ടുള്ള ഒരു ബോയ് ആണ്. ബി ആണെങ്കിൽ കൂടുതൽ സ്ട്രോങ്ങർ ആണ്. അപ്പൊ ബി എന്ത് ചെയ്യും? എന്തെങ്കിലും ഇവനിപ്പോ ആദ്യം നമ്മൾ എന്താ ചെയ്യാം? ഞാൻ ഇന്നത് തരാം, അപ്പൊ നീ എനിക്ക് അത് തരുമോ എന്നൊക്കെ ചോദിക്കും. അതുപോലെ ബി എന്തെങ്കിലും എക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഓഫർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ പെറ്റിനെ വേണമെങ്കിൽ വാങ്ങും. അപ്പോ ഇതേപോലൊക്കെ തന്നെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇതേപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസും നടക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഒരു ബീക്കറിൽ കുറച്ച് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാം, CuSO4. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു നീല കളർ, ബ്ലൂയിഷ് കളർ ആണ് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് CuSO4 Cu2+ അയോൺസും SO4 2- അയോൺസും ആയിട്ടാണ് ഈ സൊല്യൂഷനിൽ ഉണ്ടാകുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു സിങ്ക് മെറ്റൽ, സിങ്കിന്റെ ഒരു മെറ്റൽ പീസ് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ, പിന്നെ നമുക്ക് ഒരു സിങ്കിന്റെ മെറ്റൽ പീസ് ആണെന്ന് വിചാരിച്ചു, സെറ്റ് സിങ്ക് മെറ്റൽസ് ആണ്. ഇതിൽ എന്തായിരിക്കും? നിറയെ സിങ്ക് ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ഇതാണ് നമ്മുടെ ബി, ഇവിടെ ഈ സി എന്ന് പറയുന്നതാണ് നമ്മുടെ എ, SO4 ആണ് നമ്മുടെ ക്യാറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സിങ്ക് ഈ SO4, അതായത് SO4ന്റെ കൂടെ ചേർന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോവാണ്. ഈ സിങ്ക് ആറ്റംസ് ആണ്, അതായത് ഇത് ന്യൂട്രൽ ആണ്, ഇതിന് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. ഈ സിങ്ക് എന്ത് ചെയ്യുന്നു? സിങ്ക് 2 ഇലക്ട്രോൺസിനെ ഈ ലൈനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷനിലേക്ക് വിട്ടുകൊടുക്കുന്നു. അപ്പൊ 2 ഇലക്ട്രോൺസ് ആണ് ഈ സിങ്ക് ആറ്റം ഇതിന് വിട്ടുകൊടുക്കുന്നത്. ഈ കോപ്പർ എന്ത് ചെയ്യും? സിങ്ക് ആണ് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ആള്. അതുകൊണ്ട് ഈ കോപ്പർ അയോൺസ്, 2 പോസിറ്റീവ് ചാർജ് ഉള്ള കോപ്പർ അയോൺസ് ഈ 2 ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോപ്പർ ആറ്റംസ് ആയിട്ട് മാറും. ഈ കോപ്പർ ആറ്റംസ് എന്ത് ചെയ്യുന്നു? ഈ സിങ്ക് റോഡിന്റെ ചുറ്റും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഈ സിങ്ക് അയോൺസ് എന്ത് ചെയ്യും? സിങ്ക് ഇപ്പൊ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതുകൊണ്ട് സിങ്ക് 2+ ചാർജ് ആയി മാറുന്നു. Zn2+, 2 പോസിറ്റീവ് ചാർജ് കൈവരിച്ചുകൊണ്ട് ഈ സൊല്യൂഷനിലേക്ക് മിക്സ് ആവും. അപ്പൊ ഈ സൊല്യൂഷൻ പിന്നെ എന്തായി മാറി? ZnSO4 ആയിട്ട് മാറി, സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറി. ഇവിടെ ഉണ്ടായിരുന്ന കോപ്പർ എങ്ങോട്ട് പോയി? ഈ സിങ്ക് തകിടിന്റെ ചുറ്റും, അതിന്റെ മേലില് അതിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇതാണ് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ്?
In displacement reaction, only elements having higher reactivity can replace elements having lower reactivity from their solutions. Higher reactivity ഉള്ള മെറ്റലിന് ലോവർ റിയാക്ടിവിറ്റി ഉള്ള മെറ്റലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്നും റീപ്ലേസ് ചെയ്യാനുള്ള പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലായനിൽ നിന്നും ആദേശം ചെയ്യുന്ന പ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ക്രിയാശീലം കൂടിയ മെറ്റൽസ് എന്നുള്ളത് നമുക്കറിയാം. മുകളിൽ കാണുന്നത് ക്രിയാശീലം കൂടിയ മെറ്റൽസ് ആണ്. താഴേക്ക് വരും തോറും ക്രിയാശീലം കുറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നത്. ഈ റിയാക്ടിവിറ്റി സീരീസ് ഓർത്ത് വെക്കാനുള്ള എളുപ്പവഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSC, MAS, മാസ് ഇൻറ്റ് LH CSG. ഓക്കെ, അപ്പൊ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചാൽ P for പൊട്ടാസ്യം, S for സോഡിയം, C for കാൽഷ്യം, M മഗ്നീഷ്യം, A അലൂമിനിയം, then Z സിങ്ക്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ അയൺ ഇങ്ങനെ എല്ലാം ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സീരീസ് പെട്ടെന്ന് തന്നെ എക്സാമിന് വേണ്ടി വന്ന് എഴുതാൻ പറ്റും. ദെൻ ആ ഓർഡറിൽ നമുക്ക് ഇതിന്റെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനും പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് റോഡ് അല്ലെങ്കിൽ സിങ്കിന്റെ ഒരു ചെറിയൊരു പീസ് ഇറക്കി വെച്ചാൽ നമ്മൾ അവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ എന്താണ്? ആ മെറ്റൽ ഏതാണ്? സിങ്ക് ആണ് കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ. അതുകൊണ്ട് തന്നെ സിങ്ക് നമ്മൾ ഇറക്കി വെക്കുന്ന മെറ്റൽ ഏതാണ്, ആ മെറ്റലിൽ കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളതാണോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ ഇറക്കി വെക്കുന്ന മെറ്റൽ സിങ്ക് ആണ്. ഈ സൊല്യൂഷനിൽ ഉള്ള മെറ്റൽ ഏതാണ്? കോപ്പർ ആണ്. കോപ്പർ സൾഫേറ്റ് ആണ് നമ്മുടെ സൊല്യൂഷൻ. ദെൻ അതിലുള്ള മെറ്റൽ കോപ്പർ ആണ്. അപ്പൊ ആരാണ് കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള ആള്? സിങ്ക് ആണ്. കോപ്പർ എവിടെയാണ്? സിങ്ക് ആണ് കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഇവിടെ നമുക്ക് ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. കാരണം വന്നിരിക്കുന്നത് ഇവിടെ ഓൾറെഡി ഉള്ളത് CuSO4 ആണ്. ദെൻ വന്നിരിക്കുന്ന ആൾ ഇവിടെ ഉള്ള ആളേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൊല്യൂഷനിൽ നിന്ന് Cuനെ കോപ്പറിനെ മാറ്റിയിട്ട് ആ പൊസിഷനിലേക്ക് സിങ്ക് വരും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ സിങ്ക് സൾഫേറ്റ് ആണ് എടുത്തിരിക്കുന്ന സൊല്യൂഷൻ. അതായത് ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തേക്ക് കോപ്പർ റോഡ് ഇറക്കി വെച്ചാൽ അല്ലെങ്കിൽ ഒരു ചെമ്പ് കമ്പി ഇറക്കി വെച്ചാൽ അവിടെ എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുക? എങ്ങനെയാണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള ആൾ ആരെയാണ്? സിങ്ക് ആണ്. സിങ്കിന്റെ പൊസിഷൻ ഇവിടെയാണ്. ദെൻ വന്നിരിക്കുന്ന ആൾ ആരാണ്? കോപ്പർ ആണ്. കോപ്പർ ഈ ഇവിടെ ഉള്ള ആളേക്കാൾ കൂടുതൽ സ്ട്രോങ്ങർ ആണ്, അതായത് കൂടുതൽ റിയാക്റ്റീവ് ആണോ നോക്കണം. കോപ്പറിന്റെ പൊസിഷൻ എവിടെയാണ്? സിങ്കിനേക്കാൾ താഴെയാണ്. അപ്പൊ വന്നിരിക്കുന്ന ആൾ വീക്കർ ആണ്, അല്ലെ? വന്നിരിക്കുന്ന ആളുടെ റിയാക്ടിവിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷനും ഇവിടെ നടക്കില്ല. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ ആണ്, നീല കളറാണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്. ഈ സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ Cu2+ അയോൺസും SO4 2- അയോൺസും ആയിട്ടായിരിക്കും ഇതില് അയോൺസ് CuSO4 അയോൺസ് ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അയൺ നെയിൽസ് ആണ്, ഇരുമ്പിന്റെ ആണികള്. 2 അയൺ നെയിൽസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ബീക്കറിലെ ഈ CuSO4 സൊല്യൂഷനിലേക്ക് ഇട്ട് വെക്കുകയാണ്. ദെൻ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ബീക്കറിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നോക്കാം. ഓക്കെ, എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഇവിടെ ഓൾറെഡി ഉള്ള ആളാരാണ്? കോപ്പർ മെറ്റൽ ആണ് ഈ സൊല്യൂഷനിലുള്ളത്. ദെൻ വന്നിരിക്കുന്നത് അയൺ ആണ്. അപ്പൊ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? റിയാക്ടിവിറ്റി കൂടുതൽ അയണിനാണ്. അയൺ മുകളിലാണ്, കോപ്പർ താഴെയാണ്. അപ്പൊ അയണിനാണ് കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത് എന്നുള്ളത് കൊണ്ട് എന്തായാലും എന്ത് നടക്കും? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കും. ദെൻ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഈ ബീക്കറിലെ ഇരുമ്പാണി എടുത്തു നോക്കിയാൽ അതിന് ഈ കോപ്പറിന്റെ പാർട്ടിക്കിൾസ്, നമുക്കറിയാം റെഡിഷ് ബ്രൗൺ കളറാണ് കോപ്പർ. ഈ പാർട്ടിക്കിൾസ്, ഇതിന്റെ ഈ ചെമ്പിന്റെ തരികൾ ഈ ആണിയിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ കോപ്പർ ആറ്റംസ് ഈ ആണിയിലാണ് വന്നിരിക്കുന്നത്. ദെൻ ഇവിടെ ഈ സൊല്യൂഷന്റെ കളറിന് വ്യത്യാസം വന്നിട്ടുണ്ടാവും. കോപ്പർ സൾഫേറ്റ് നീല കളറാണ്. ഇവിടെ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ ഒരു പെയിൽ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് അയൺ നെയിൽസ് ആണ്, അയൺ ആണ്. ഓക്കെ, അയൺ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ Fe2+ അയോൺസ് ആയിട്ട് മാറും. 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
രണ്ട് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഈ അയൺ ആറ്റത്തിന് കിട്ടുന്നത്. ദെൻ ഈ Fe2+ അയോൺസ് എന്ത് ചെയ്യും? ഈ സൊല്യൂഷനിലേക്ക് ഇറങ്ങി വരുന്നു. ദെൻ ഇവിടെയുള്ള കോപ്പർ ആറ്റംസ് എന്ത് ചെയ്യും? Cu2+ അയോൺസ് ആണ്. ഈ രണ്ട് പോസിറ്റീവ് ചാർജ് ഉള്ള കോപ്പർ അയോൺസ് ഈ വരുന്ന രണ്ട് ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് കോപ്പർ ആറ്റംസ് ആയിട്ട് മാറി ഈ അയൺ നെയിലിൽ പറ്റി പിടിച്ചിരിക്കും. ദെൻ ഇതിലേക്ക് വരുന്നത് അയൺ, ഇവിടെ നമുക്ക് വരുന്ന അയോൺസ് ആണ്, അതായത് ഇരുമ്പിന്റെ അയോൺസ് ആണ്. Fe2+ അയോൺസ് ഈ സൊല്യൂഷനിലേക്ക് ഇറങ്ങി മിക്സ് ആയി കഴിയുമ്പോൾ FeSO4 സൊല്യൂഷൻ ആവും കിട്ടുക നമുക്ക്. ദെൻ ഈ അയണിന്റെ പ്രസൻസ് കൊണ്ട് ഈ സൊല്യൂഷന് ഒരു ലൈറ്റ് ഗ്രീൻ കളറും കിട്ടും. അപ്പൊ ഇവിടെ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിലെ വരുന്ന ഇക്വേഷൻസ്, അതിന്റെ അയോൺസ് വരുന്ന ചേഞ്ചിൽ വരുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്ത റിയാക്ടിവിറ്റി എന്താണ് ഇതിൽ വന്നിരിക്കുന്ന കെമിക്കൽ ചേഞ്ച്. ആ കെമിക്കൽ ചേഞ്ച്, കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇനി എഴുതേണ്ടത്. ഇവിടെ നടന്നിരിക്കുന്ന റിയാക്ഷൻ എന്താണ്? ഇവിടെ സിങ്ക് മെറ്റൽ വന്നിരിക്കുകയാണ്. സിങ്ക് മെറ്റൽ ഏതിലേക്കാണ് വന്നിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക്. ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ ആണെന്ന് പറഞ്ഞു. ഈ ബ്ലൂ കളർ കൊടുക്കുന്നത് ഏത് അയോൺസ് ആണ്? Cu2+ അയോൺസ്, കോപ്പറിന്റെ അയോൺസ് ആണ് ഈ സൊല്യൂഷന് ബ്ലൂ കളർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കണം. അപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എപ്പോ പറഞ്ഞാലും അത് ബ്ലൂ കളർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ദെൻ ഇവിടെ വന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർഡറിൽ തന്നെ ചിന്തിച്ചാൽ മതി. അതിന്റെ ഇക്വേഷൻസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇവിടെ വന്നിരിക്കുന്നത് ആരാണ്? സിങ്ക് ആറ്റം ആണ് അല്ലെ. അപ്പൊ സിങ്ക് Zn ഇതൊരു സോളിഡ് ആണ് അല്ലെ. സോളിഡ്സ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? സോളിഡ് ആണെന്നുള്ളത് നമ്മൾ ഇതിന്റെ സൈഡിൽ ചേർക്കണം. സിങ്ക് ആണ് വരുന്നത്. ദെൻ ഏത് സൊല്യൂഷനിലേക്കാണ് വരുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്കാണ്. CuSO4 അത് അക്വസ് സൊല്യൂഷൻ ആണ്. അതായത് നമ്മൾ കോപ്പറിന്റെ കുറച്ച് പാർട്ടിക്കിൾസ് കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് അതിന് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ മിക്സ് ചെയ്ത് അതിനെ ഒരു സൊല്യൂഷൻ ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതിനെ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ട് AQ എന്നുള്ളത് നമ്മൾ ഇതിന്റെ സൈഡിൽ ചേർക്കണം. ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം ഈ Cuനെ Zn റീപ്ലേസ് ചെയ്യുന്നു. അപ്പോ ഇവിടെ പുറത്തു വരുന്നത് ആരാണ്? കോപ്പർ ആണ്. ദെൻ ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നു? സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന അക്വസ് സൊല്യൂഷൻ ഏതാണ്? സിങ്ക് സൾഫേറ്റ് ZnSO4. ദെൻ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ആ സിങ്ക് റോഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കോപ്പർ ആറ്റംസ് ആണ്. ദെൻ Cu അത് സോളിഡ് ആയതുകൊണ്ട് നമ്മൾ സോളിഡ് ആണെന്ന് മെൻഷൻ ചെയ്യണം. ഇനി അയോണിക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അയോൺസിന് എന്ത് ചേഞ്ച് ആണ് വരുന്നത് അതാണ് നമ്മൾ ഇക്വേഷന്റെ രൂപത്തിൽ എഴുതേണ്ടത്. ദെൻ ഇവിടെ നമ്മൾ ആദ്യം സിങ്കിനെ എടുക്കാം. ആദ്യം ഇവിടെ വന്നിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വന്നിരിക്കുന്നത് സിങ്ക് അല്ലേ. ദെൻ സിങ്കിനെ എടുക്കാം. സിങ്ക് സോളിഡ് ആണ്. സിങ്കിന് എന്ത് മാറ്റമാണ് വരുന്നത്? സിങ്ക് ആറ്റംസ് ആണ് അല്ലെ. ഇത് ന്യൂട്രൽ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആറ്റംസിന്റെ അവസ്ഥയിലാണ് നമുക്ക് കിട്ടുന്ന ഈ ഒരു പീസ്. ദെൻ ഇതിലെ മെറ്റൽസ്, ഇതിലെ ആറ്റംസ് ആയത്, ഇതിലെ ആറ്റംസിനെ നമ്മൾ സിങ്ക് Zn എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. ദെൻ Zn ഇതിന് ചാർജ് ഒന്നുമില്ല, ഇത് സോളിഡ് ആണ്. ഇതിന് എന്ത് മാറ്റം വരുന്നത്? ഇത് ചെയ്യുന്നത് രണ്ട് ഇലക്ട്രോണിനെ ഈ സൊല്യൂഷനിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ സിങ്ക് രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഇപ്പൊ ഇവിടെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം തുല്യമായിരിക്കും. അതായത് ഇതിന് ചാർജ് ഇല്ല, 0 ആണ്. ഇതിന് നെറ്റ് ചാർജ് 0 ആണ്. 0യിൽ നിന്ന് നമ്മൾ രണ്ട് ഇലക്ട്രോൺ, രണ്ട് മൈനസ് ചാർജിനെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? രണ്ട് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഇതിന് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് സിങ്ക് 2+ അയോൺസ് ആയിട്ട് മാറും. Zn2+. ഓക്കെ, Zn2+ അയോൺസ് ആയിട്ട് മാറുന്നു. രണ്ട് ഇലക്ട്രോൺസിനെ അത് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്ത് കോപ്പറിന് എന്ത് സംഭവിക്കുന്നു? കോപ്പർ ഈ സൊല്യൂഷനിലാണ് ഉള്ളത് അല്ലെ. കോപ്പർ ഇരിക്കുന്നത് എങ്ങനെയാണ്? Cu2+ അയോൺസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ Cu2+ അയോൺസ് ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട്, രണ്ട് ഇലക്ട്രോണിനെ നമ്മുടെ സിങ്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് ഇലക്ട്രോൺസിനെ ആര് സ്വീകരിക്കും? കോപ്പർ സ്വീകരിക്കും. ഈ കോപ്പർ അയോൺസ് സ്വീകരിക്കുമ്പോൾ രണ്ട് പോസിറ്റീവ് ഉണ്ട്, അതിന്റെ കൂടെ രണ്ട് നെഗറ്റീവ് വന്നാൽ എന്ത് പറ്റും? അത് ന്യൂട്രൽ ആവും. നെറ്റ് ചാർജ് 0 ആവും. അപ്പൊ എന്തായിട്ട് മാറി? Cu 0, അതായത് ഇതിന് ചാർജ് ഇല്ല. അപ്പൊ Cu 0 ആയിട്ട് മാറി. ഓക്കെ, ഇപ്പൊ ഇത് സോളിഡ് ആണ്, അതുകൊണ്ട് നമ്മൾ S എന്നുള്ളത് കാണിക്കും. ഇനി ഇതിന്റെ അയണിക് ഇക്വേഷൻ, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നടന്ന റിയാക്ഷന്റെ അയണിക് ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ആദ്യം നമ്മൾ നെറ്റ് ചാർജ് 0 ആയിട്ടുള്ളത്, അതായത് ചാർജ് ഇല്ലാത്ത ആറ്റംസ് ഏതാണോ അതാണ് ആദ്യം എഴുതുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സിങ്ക് ആണ്. സിങ്ക് ആദ്യം ഇരിക്കുമ്പോ എന്താണ്? അത് ആറ്റംസ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ സിങ്കിന്റെ നെറ്റ് ചാർജ് 0 ആണ്, സിങ്ക് പ്ലസ്.
ഇനി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്കാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ അവസ്ഥ എങ്ങനെയാണ്? Cu2+ അയോൺസും SO4 2- അയോൺസുമാണ്. then Cu2+ എന്ന് കാണിക്കാം, SO4 2- ആണ്. then ഈ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ സിങ്ക് ആറ്റംസ്, നെറ്റ് ചാർജ് 0 ആയിട്ടുള്ള സിങ്ക് ആറ്റംസ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്നത് കൊണ്ട് സൊല്യൂഷനിൽ അതിന്റെ ചാർജ് എന്തായിരിക്കും? Zn2+ ആയിരിക്കും. then ആ വിട്ടു കൊടുക്കുന്ന ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടത്തെ നമ്മുടെ ഈ കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണിനെ ഇവിടെ സ്വീകരിച്ച് Cu ആറ്റംസ് ആയിട്ട് മാറുന്നു. then Cu ആറ്റംസ് ആയിട്ട് മാറുന്നു. സിങ്ക് സൾഫേറ്റിൽ സിങ്കിന്റെ ചാർജ് 2+ഉം സൾഫേറ്റ് 2- ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളോട് അയോണിക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. കെമിക്കൽ ഇക്വേഷൻ നമ്മൾ ഈ രീതിയിലും എഴുതണം. ഇനി നമുക്ക് പറയാനുള്ളത് ഓക്സിഡേഷൻ എന്താണ്, റിഡക്ഷൻ എന്താണ് റിഡോക്സ് റിയാക്ഷൻ. then ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഈ ഒരു എക്സാമ്പിൾ പ്രകാരം നമുക്ക് സിങ്കിന് സംഭവിക്കുന്നത് എന്താണ്? സിങ്ക് നമുക്ക് ആദ്യം എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് സിങ്ക് മെറ്റൽ അല്ലെങ്കിൽ സിങ്കിന്റെ ഒരു പീസ് ഇറക്കി വെക്കുകയാണ് ഈ ഒരു സൊല്യൂഷനിൽ. സിങ്ക് സോളിഡ് ആണ്, ഇത് ആറ്റംസ് ആയിട്ടാണ്, സിങ്ക് ആറ്റംസ് ആണുള്ളത്. അതായത് സിങ്ക് ആറ്റത്തിന്റെ നെറ്റ് ചാർജ് 0 ആണ്. സിങ്കിന് എന്ത് സംഭവിക്കുന്നു? സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് അതിന്റെ ചാർജ് 2+ ആക്കി മാറ്റുന്നു. അതായത് നമുക്കിപ്പോ ഒരു നമ്പർ ലൈൻ വരച്ചിട്ടുണ്ട്. 0 ആണ് സെന്ററിൽ, നമുക്കറിയാം ഇവിടെ -2, റൈറ്റ് സൈഡ് +2. ഇത് നോക്കുകയാണെങ്കിൽ സിങ്കിന്റെ ചാർജ് എത്രയാണ്? 0 ആണ്. 0യിൽ നിന്ന് സിങ്ക് എന്താക്കി മാറ്റി? ചാർജ് +2 ആക്കി മാറ്റി. ചാർജ് കൂടുതലായി അല്ലെ? 2+ ആണ് ചാർജ് കിട്ടുന്നത് സിങ്കിന്. അപ്പൊ ചാർജ് കൂടുന്നതുകൊണ്ട് നമുക്ക് പറയാം സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചു. അപ്പൊ സിങ്കിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. സിങ്ക് എന്തായി മാറുന്നു? സിങ്ക് 2+ അയോൺസ് ആയി മാറുന്നു. കാരണം എന്താണ്? 2 ഇലക്ട്രോൺസിനെ അത് വിട്ടുകൊടുക്കുന്നു. ഇനി അടുത്ത് നമുക്ക് റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ? നമുക്കറിയാം റിഡക്ഷൻ റേറ്റ്, അതായത് കുറഞ്ഞു വരുന്നതിനാണ്, അത് വില കുറയുമ്പോഴാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് Cu2+ അയോൺസ് ആണ് സൊല്യൂഷനിലുള്ളത്. ഈ അയോൺസ് എന്ത് ചെയ്യും? 2+ ആണ് അതിന്റെ ചാർജ്. സിങ്ക് വിട്ടുകൊടുക്കുന്ന 2 ഇലക്ട്രോൺസിനെ ഇത് സ്വീകരിച്ച് Cu ആറ്റംസ് ആയിട്ട് മാറുന്നു. നെറ്റ് ചാർജ് 0 ആകുന്നു. അപ്പൊ നമ്പർ ലൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ സിന്റെ ചാർജ് 2+ ആണ്. അതിൽ നിന്ന് 0 ആയിട്ട് മാറുക ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. കണ്ടോ? അപ്പൊ വാല്യൂ കുറയുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? കോപ്പറിന് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി ഓക്സിഡേഷനും റിഡക്ഷനും കൂടെ ചേരുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ കോപ്പറിനും സിങ്കിനും എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ ഇക്വേഷൻ ആയിട്ട് എഴുതണം. സിങ്കിന്റെ ചാർജ് ആണ് 0, ചാർജ് 0 അല്ലെങ്കിൽ ആറ്റംസ് ഏതാണോ അതാണ് നമ്മൾ ഈ ഇക്വേഷനിൽ ആദ്യം എഴുതുക. സിങ്ക് ആണ് ആറ്റം അല്ലെങ്കിൽ ചാർജ് 0 ആയിട്ടിരിക്കുന്ന ആള്. അപ്പൊ സിങ്ക് ഉണ്ട്. നമുക്ക് മെറ്റൽ അയോൺ ഏതാണ്? Cu2+ ആണ്. അപ്പൊ ഇത് രണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ഇനി ഇതിന് രണ്ടിനും എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? Zn എന്തായി മാറുന്നു? Zn2+ ആയിട്ട് മാറുന്നു. 2 ഇലക്ട്രോണെ സ്വീകരിച്ച് അത് 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് അത് 2 പോസിറ്റീവ് ചാർജ് കൈവരിക്കുന്നു. ഈ Cu2+ അയോൺ എന്ത് ചെയ്യുന്നു? ഈ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് Cu ആറ്റംസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് നമുക്ക് റിഡോക്സ് റിയാക്ഷൻ. സിങ്കിനും കോപ്പറിനും എന്താണ് സംഭവിക്കുന്നത് അത് നമ്മൾ എഴുതി കൊടുക്കുന്നതിനാണ് റിഡോക്സ് റിയാക്ഷൻ. ആദ്യം 0 നെറ്റ് ചാർജ് 0 ആയിട്ടുള്ള സിങ്ക് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. കോപ്പർ അയോൺസ് എഴുതാം. സിങ്ക് 2+ അയോൺസ് ആയിട്ടും കോപ്പർ ആറ്റംസ് ആയിട്ട് മാറുന്നു. ഇതാണ് റിഡോക്സ് റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. ഇവിടെ സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ലവണ ലായനി ആയിട്ട് എടുത്തിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ്. ഇപ്പോ ഇതിന്റെ കളർ, ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ കളർലെസ് ആണ്. ഇതിന് കളർ ഒന്നും പ്രത്യേകിച്ച് ഇല്ല. ഈ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇറക്കി വെക്കുന്നത് കോപ്പർ കോയിൽ ആണ്. ഈ കോപ്പർ കോയിൽ പ്യൂർ കോപ്പർ റോഡ് അല്ലെങ്കിൽ പ്യൂർ കോപ്പർ കോയിൽ ആയിരിക്കണം. ഈ കോയിൽ എന്ത് ചെയ്യാണ്? ഈ കോയിൽ നമ്മൾ ഈ ബീക്കറിലെ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം Ag എന്നുള്ളത് അതിന്റെ ചാർജ് 1 ആണ്, +1 ആണ്. Ag+1 അയോൺസ് ആയിട്ടും NO3- അയോൺസ് ആയിട്ടാണ് ഈ സൊല്യൂഷനിൽ ഉണ്ടാവുക. അപ്പൊ Ag+NO3- അയോൺസ് ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത്? ഇതിനകത്തേക്ക് വരുന്നത് ഈ കോപ്പർ കോയിൽ ആണ്. ഇപ്പൊ കോപ്പർ ആണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ സിൽവർ നൈട്രേറ്റ് കളർലെസ് ആണ്. ഈ കോപ്പർ കോയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ
ഒരു 2-3 hours, ഒരു 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം കാണുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ സൊല്യൂഷന്റെ കളർ ചെറിയൊരു ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു നീല കളറായിട്ട് വരുന്നത് കാണാം. കാരണം എന്താണ്? ഈ ഇറക്കി വെച്ചിരിക്കുന്നത് എന്താണ്? കോപ്പർ കോയിലാണ്. ഇപ്പൊ കോപ്പർ അയോൺസ്, കോപ്പർ ആറ്റംസ് ആണ് ഇവിടെ. ഈ ആറ്റംസ് എന്ത് ചെയ്യും? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് കോപ്പർ 2+ അയോൺസ് ആയിട്ട് ഈ ലൈനിൽ അല്ലെങ്കിൽ ഈ സൊല്യൂഷനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ Cu2+ അയോൺസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സൊല്യൂഷൻ എന്ത് കളറാവും? നമ്മൾ നേരത്തെ പറഞ്ഞു നീല കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ആവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതിന് ചെറുതായി ഒരു ബ്ലൂ ഷെയ്ഡ് വന്നു കൊടുക്കുന്നത്. കുറച്ചും കൂടെ സമയം കഴിയുന്നതിനനുസരിച്ച് ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടി വരും. നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ നല്ല കടുത്ത നീല കളറായിട്ട് ഈ സൊല്യൂഷൻ മാറും. അപ്പോൾ ഈ സൊല്യൂഷൻ ഏതായിരിക്കും? കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഈ കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇവിടെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ സിൽവറിന് എന്ത് സംഭവിക്കും? കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്താണ്? സിൽവർ നൈട്രേറ്റ് ആണ്. അപ്പൊ സിൽവർ ആണ് ഈ സൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്. ഈ സിൽവർ എന്ത് ചെയ്യും? ഈ വിട്ട് തരുന്ന അല്ലെങ്കിൽ ഈ കോപ്പറിൽ നിന്ന് കിട്ടുന്ന 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് സിൽവർ ആയിട്ട് മാറുന്നു. അത് ഈ കോപ്പർ കോയിലിൽ പറ്റിപ്പിടിച്ചിരിക്കും. കോപ്പർ കോയിലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സിൽവറിന്റെ കളർ നമുക്കറിയാം, ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള സിൽവർ കളറാണ് അത്. അപ്പോ ഈ പാർട്ടിക്കിൾസ് ഈ കോയിലിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാരണം വളരെ ഷൈനിങ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും ഈ കോയിലിനപ്പം ഉണ്ടാവുക. ഇനി നമുക്ക് ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ നിന്ന് ഈ പ്യൂർ ആയിട്ടുള്ള സിൽവറിനെ വേർതിരിച്ചെടുക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് ഈ ഒരു റിയാക്ഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഈ സിൽവർ എല്ലാം തന്നെ ഈ കോപ്പർ കോയിലിൽ പറ്റി പിടിച്ചിരിക്കും. കൂടുതൽ സമയം കഴിയും തോറും കൂടുതൽ അളവുകൾ ഇതിലുള്ള അത്രയും സിൽവർ നമുക്ക് കൂടുതൽ ഈ കോപ്പർ കോയിലിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കളർ വളരെ ഷൈനിങ് ആയിട്ടുള്ള ഒരു വൈറ്റിഷ് കളറാണ്, അല്ലെങ്കിൽ സിൽവറിന്റെ കളർ നമുക്കറിയാലോ, ആ ഒരു കളറായിട്ട് മാറും ഈ ഡിപ്പ് ചെയ്ത് മുങ്ങിയിരിക്കുന്ന ഭാഗത്തെ കോയിലിന്. പുറത്തുള്ള കോയിൽ ചെമ്പ് കമ്പി അതേ കളർ തന്നെയായിരിക്കും. ഈ മുങ്ങിയിരിക്കുന്ന ഭാഗം വളരെ ഷൈനിങ് ആയിട്ടുള്ള ഈ സിൽവർ ക്രിസ്റ്റൽസ് ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ഈ സൊല്യൂഷൻ എന്തായിട്ട് മാറുന്നു? നല്ല തിക്ക് ആയിട്ടുള്ള നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലൂ കളറായിട്ട് മാറുകയും ചെയ്യുന്നു. ഇനി ഇവിടെ നമുക്ക് ഇതിൽ നടക്കുന്ന റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാം. ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്ന സൊല്യൂഷൻ സിൽവർ നൈട്രേറ്റ് ആണ്, AgNO3. ഓക്കെ, Agയുടെ ചാർജ് പോസിറ്റീവ് ആണ്, NO3 എന്ന് പറയുന്നത് നമുക്കറിയാം നെഗറ്റീവ് ചാർജ് ആണ്. ഇത് ഇവിടെ കോപ്പർ അല്ലെങ്കിൽ കോപ്പർ കോയിൽ ആണ് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതിലുള്ളത് കോപ്പർ ആറ്റംസ് ആണ്. Cu0 ഇത് ന്യൂട്രൽ ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? Cu എന്ത് ചെയ്യുന്നു? Cu2+ അയോൺസ് ആയിട്ട് ഈ സൊല്യൂഷനിലേക്ക് മിക്സ് ആവുന്നു. Cu2+ NO3-. ഇവിടെ ട്വൈസ് എന്ന് കൊടുക്കാൻ എന്താ കാര്യം? ഇവിടെ 2 ഇലക്ട്രോൺസിനെയാണ് ഇത് വിട്ടു കൊടുക്കുന്നത്. ഈ 2 ഇലക്ട്രോൺസ് സ്വീകരിക്കണമെങ്കിൽ 2 നൈട്രേറ്റ് അയോൺസ് വേണം. അതുകൊണ്ടാണ് ഇവിടെ NO3 ട്വൈസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 സിൽവർ ആറ്റംസ് ആണ് ഫോം ചെയ്യുന്നത്. കാരണം ഒരു ഇലക്ട്രോണെ സ്വീകരിച്ച് ഒരു സിൽവർ ആറ്റം, അടുത്ത ഇലക്ട്രോണെ സ്വീകരിച്ച് നമുക്ക് അടുത്ത സിൽവർ ആറ്റം, 2 സിൽവർ ആറ്റംസ് ഫോം ചെയ്യുന്നു. ഈ സിൽവർ ആറ്റംസ് കോപ്പർ കോയിലിൽ പോയി പറ്റിപ്പിടിച്ചിരിക്കും. ഇതിന്റെ ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആർക്കാണ് ചാർജ് കൂടുതലായിട്ട് വരുന്നത്? കോപ്പർ ആറ്റം ആണ്. 0 ആയിരുന്ന ചാർജ് എന്തായിട്ട് മാറുന്നു? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൂടി അതിന് 2 പോസിറ്റീവ് ആയിട്ട് മാറുന്നു. അപ്പൊ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് 2 പോസിറ്റീവ് ചാർജ് വാങ്ങുന്ന കോപ്പറിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇനി റിഡക്ഷൻ സംഭവിക്കുന്നത് ആർക്കാണ്? സിൽവർ അയോൺസിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. സിൽവർ Ag+ അയോൺസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ Ag+ അയോൺസ് വരുന്ന 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുകൊണ്ട് 2Ag അതായത് 2 സിൽവർ ആറ്റംസ് ആയിട്ട് മാറുന്നു. അതുകൊണ്ട് 2+ എന്ന ചാർജ് അല്ലെങ്കിൽ പ്ലസ് എന്ന ചാർജ് 0യിലേക്ക് മാറുന്നതുകൊണ്ട് റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി റിഡോക്സ് റിയാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതും? കോപ്പർ ആറ്റം ആണ്, സിൽവർ 2 അയോൺസ് ആണ്, ഇത് രണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം. ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? കോപ്പർ ആറ്റം എന്നത് കോപ്പർ 2+ അയോൺസ് ആയിട്ട് മാറുന്നു. 2Ag+ സിൽവറിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള അയോൺസ് സിൽവർ ആറ്റംസ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇതാണ് റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റൽ ആണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ. എവിടേക്ക്? റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിന്റെ സൊല്യൂഷനിലേക്കാണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും. അതല്ല, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് റിയാക്ടിവിറ്റി കൂടിയ മെറ്റലിന്റെ സൊല്യൂഷനിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല.
അപ്പൊ നമുക്ക് അത് അറിയാൻ വേണ്ടി ഒന്നിന്റെ എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് കുറച്ച് മെറ്റൽസും അതിന്റെ സൊല്യൂഷൻസും തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നത് മെറ്റൽ മെഗ്നീഷ്യം ആണ്. തന്നിരിക്കുന്ന സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന മെറ്റൽ ആരാണ്? മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യത്തിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഇവിടെ ഉള്ള സൊല്യൂഷനിലുള്ള മെറ്റൽ കോപ്പർ ആണ്. അപ്പൊ കോപ്പർ താഴെയാണ് അല്ലെ. അപ്പൊ വരുന്ന ആള് സൊല്യൂഷനിൽ ഉള്ള ആളെക്കാൾ സ്ട്രോങ്ങർ ആണെങ്കിൽ റിയാക്ഷൻ നടക്കും അല്ലെ. അപ്പൊ ഇവിടെ മെഗ്നീഷ്യം കോപ്പറിനേക്കാൾ സിനേക്കാൾ സ്ട്രോങ്ങർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റിയാക്ഷൻ നടക്കും. യെസ്, റിയാക്ഷൻ നടക്കും. ഇനി സിൽവർ ആണ് വരുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക്. സിൽവറിന്റെ പൊസിഷൻ എവിടെയാണ്? സിൽവർ ഇവിടെ താഴെയാണ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ കോപ്പർ സിൽവറിനേക്കാൾ മുകളിലാണ്. അപ്പോ വരുന്ന ആൾ അവിടെ ഉള്ള ആളെക്കാൾ സ്ട്രോങ്ങർ അല്ല. ആ ഒരു സിറ്റുവേഷനിൽ അവിടെ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, നോ. അടുത്തത് മെഗ്നീഷ്യം ആണ് വരുന്നത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലേക്കാണ് വരുന്നത്. അപ്പൊ മെഗ്നീഷ്യത്തിന്റെ പൊസിഷൻ എവിടെയാണ്? സിങ്കിന് എവിടെയാണ് നോക്കാം. സിങ്ക് താഴെയാണ്, മെഗ്നീഷ്യത്തെക്കാൾ താഴെയാണ്. അപ്പൊ വരുന്ന ആളാണ് കൂടുതൽ സ്ട്രോങ്ങർ. അപ്പൊ അതുകൊണ്ട് അവിടെ എന്ത് നടക്കും? റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ നമുക്ക് റിയാക്ഷൻ നടക്കുമെന്ന് പറയും. അടുത്തത് മെഗ്നീഷ്യം വരുന്നത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്കാണ്. മെഗ്നീഷ്യം എവിടെയാണ്? സിൽവർ എവിടെയാണ്? താഴെയാണ്. അപ്പൊ ഇവിടെയും എന്ത് സംഭവിക്കും? റിയാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെയും നമുക്ക് റിയാക്ഷൻ നടക്കും. പിന്നെ കോപ്പർ ആണ് വരുന്നത് മെഗ്നീഷ്യം സൾഫേറ്റിലേക്കാണ് വരുന്നത്. കോപ്പറിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഓൾറെഡി ഉള്ള ആൾ സൊല്യൂഷനിൽ ഉള്ള ആൾ മെഗ്നീഷ്യം ആണ്. അപ്പൊ കോപ്പറിനേക്കാൾ സ്ട്രോങ് ആണ് മെഗ്നീഷ്യം എന്നുണ്ടെങ്കിൽ ഇവിടെ റിയാക്ഷൻ നടക്കുമോ? നടക്കില്ല. കാരണം മെഗ്നീഷ്യം ആണ് സ്ട്രോങ്ങർ. അപ്പൊ കോപ്പർ വന്നാലും മെഗ്നീഷ്യത്തിന് ഇവിടുന്ന് പുറത്താക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഇനി കോപ്പർ ആണ് വരുന്നത് സിങ്ക് സൾഫേറ്റിലേക്കാണ് വരുന്നത്. കോപ്പറിന്റെ പൊസിഷൻ താഴെയാണ്. സിങ്ക് എവിടെയാണ്? ഇവിടെ മുകളിലാണ്. അപ്പൊ ഈ സൊല്യൂഷനിലുള്ള ആള് വളരെ സ്ട്രോങ് ആണ് വരുന്ന ആളേക്കാൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കോപ്പറിന് സിങ്കിനെ പുറത്താക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ റിയാക്ഷൻ നടക്കില്ല. ഇങ്ങനെയാണ് നമ്മളോട് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഈ റിയാക്ടിവിറ്റി സീരീസിലെ ഈ മെറ്റൽസിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട്. അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? അത് നടക്കാനുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് സെൽസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.